നമസ്കാരം. ഒരവസരം കിട്ടിയാൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആളാകാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചില മുഖമില്ലാത്ത പ്രൊഫൈലുകളുടെ സ്ഥിരം ശീലമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ തുമ്പപ്പൂ ഉപയോഗിച്ച് തോരനുണ്ടാക്കി കഴിച്ച് യുവതി മരണപ്പെട്ടു എന്നുള്ള വാർത്ത. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നമ്മുടെ നാട്ടിലുള്ള ആയുർവേദത്തെ വിമർശിക്കുന്ന ചില പരാമർശങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ അതിരൂക്ഷമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അലോപ്പതി, ഹോമിയോപ്പതി തുടങ്ങിയിട്ടുള്ള വിവിധതരം ചികിത്സാ രീതികൾ നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുമുണ്ട്. ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചികിത്സ നടത്താൻ സാധിക്കുന്നതാണ്. പക്ഷേ ചിലർ ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ആയുർവേദത്തെ അധിക്ഷേപിച്ച് ആയുർവേദം തെറ്റാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ മുതലെടുക്കുന്നവർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഡോക്ടർ ഷാബു പട്ടാമ്പി. യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ തുമ്പ കഴിച്ചത് മരണകാരണവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വ്യക്തമായിട്ട് പോലും എന്തിനാണ് ഇങ്ങനെ പരാമർശങ്ങൾ നടത്തുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ എന്ന പോലെയാണ് ഇത്തരക്കാർ ഇപ്പോൾ ആയുർവേദത്തെ വിമർശിച്ച് രംഗത്തെത്തുന്നത്. ആയുർവേദം കഴിച്ചാൽ കരളും കിഡ്നിയും പോകുമെന്ന പതിവ് പല്ലവി പലരും ആവർത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും മരുന്ന് ആരെങ്കിലും പറയുന്നത് കേട്ട് ഉപയോഗിക്കുന്നതല്ല ആയുർവേദം എന്ന് അദ്ദേഹം ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. അതായത്, ചേർത്തലയിൽ കഴിഞ്ഞ ദിവസം ഒരു യുവതി മരിച്ചത് തുമ്പ കൊണ്ടുള്ള തോരൻ കഴിച്ചാണെന്നുള്ള വാർത്ത പലയിടത്തും കണ്ടിരുന്നു. മരണകാരണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതും കഴിഞ്ഞ ദിവസം. റിപ്പോർട്ട് പ്രകാരം യുവതിയുടെ മരണകാരണത്തിന് തുമ്പ കഴിച്ചതുമായി യാതൊരു ബന്ധവുമില്ല എന്ന വസ്തുതാപരമായി തന്നെ തെളിയിക്കപ്പെട്ടു. ദ്രോണപുഷ്പി എന്ന് ആയുർവേദത്തിലും ഖലൗരാമ മൈൽറിമ എന്ന ശാസ്ത്രീയ നാമത്തിലും അറിയപ്പെടുന്ന നമ്മുടെയെല്ലാം സ്വന്തം തുമ്പച്ചെടി ഓണക്കാലത്തെ മലയാളികളുടെ എക്കാലത്തെയും നൊസ്റ്റാൾജിയ കൂടിയാണ്. അതിനപ്പുറം ആയുർവേദത്തിലെ നല്ലൊരു ഔഷധം കൂടിയാണ് തുമ്പ. തുമ്പച്ചെടിയിൽ ധാരാളം ആൽക്കലൈഡുകളും ഗ്ലൂക്കോസൈഡ്സും അടങ്ങിയിട്ടുണ്ട്. ഇലകളിലെ ഇത്തരം കാര്യങ്ങളുടെ സാന്നിധ്യം തുമ്പയെ മികച്ചൊരു അണുനശീകരണ ശേഷിയുള്ള ഔഷധിയാക്കി മാറ്റുന്നുമുണ്ട്. കീടവിഷത്തിലും തേൾവിഷത്തിലും ഒക്കെ നല്ല രീതിയിൽ വിഷ ശമന സ്വഭാവമുള്ള ഒരു ദ്രവ്യം കൂടെയാണ് തുമ്പ. അങ്ങനെ പലതരം ഔഷധ മൂല്യം ഉള്ളതാണെങ്കിലും ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ അതിന്റെ തനിനീര് അഥവാ സ്വരസം കൃത്യമായ അളവിൽ അനുസരിച്ച് മാത്രമേ നിർദ്ദേശിക്കാറുള്ളൂ. കാരണം വളരെ ഔഷധ വീര്യമുള്ള ഒരു ചെടിയാണെങ്കിൽ കൂടെ ഇതിന്റെ ഉപയോഗം നമ്മൾ ശ്രദ്ധിക്കണം. പറഞ്ഞു വരുന്നത് ഔഷധ മൂല്യം ഉള്ളതാണ് എങ്കിൽ പോലും തുമ്പ മാത്രമല്ല ഒരു ചെടിയും തോന്നിയ പോലെ തോരൻ വച്ചോ ജ്യൂസ് ഉണ്ടാക്കിയോ ഒന്നും ഉപയോഗിക്കരുത് എന്നത് തന്നെയാണ്. ആയുർവേദമല്ലേ, യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് കരുതി തൊടിയിലും പറമ്പിലും നിൽക്കുന്ന ഔഷധവും അല്ലാത്തതുമായിട്ടുള്ള ചെടികളെ പല രീതിയിൽ ഉപയോഗിക്കുന്ന പ്രവണത ഇപ്പോൾ വ്യാപകമാണ്. കാണുന്ന ചെടികളെല്ലാം ചേർത്ത് എണ്ണ കാച്ചി തലയിൽ തേക്കുന്നത് വേറെയുമുണ്ട്. ആയുർവേദ മരുന്നിന് പ്രത്യേകിച്ച് ശക്തിയൊന്നുമില്ല എന്ന രീതിയിൽ ആയുർവേദത്തെ വിമർശിക്കാൻ വേണ്ടി കുറച്ചുകാലം മുമ്പ് പറഞ്ഞവരെല്ലാം ഇതിൽ പ്രതിയാണ്. എന്നാൽ സത്യം അങ്ങനെയല്ല. ആയുർവേദത്തിലെ ഔഷധ സാന്നിധ്യങ്ങളിൽ എല്ലാം തന്നെ സങ്കീർണമായ തന്മാത്ര ഘടകങ്ങളുണ്ട്. അവയെ എങ്ങനെ പാർശ്വഫലങ്ങൾ ഇല്ലാതെ ഔഷധമാക്കി ഉപയോഗിക്കാം എന്നുള്ളതിന്റെ അറിവാണ് ആയുർവേദം. നൂറ്റാണ്ടുകളുടെ നിരീക്ഷണ പരീക്ഷണങ്ങൾ കൊണ്ട് ഔഷധ നിർമ്മാണത്തിലും പ്രയോഗത്തിലും ചികിത്സയിലുമൊക്കെ ഉരുത്തിരിഞ്ഞ അറിവാണത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ഔഷധങ്ങൾക്കും ഔഷധ മാത്ര അഥവാ ഡോസ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അമിതമായാൽ പച്ചവെള്ളം പോലും വിഷമാകുന്നത് എന്നതൊക്കെ ആരെങ്കിലും പറയുന്നത് കേട്ടോ യൂട്യൂബിലെ വീഡിയോകൾ കണ്ടോ സ്വയം പരീക്ഷണം എന്ന നിലയിലോ ഒന്നും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയാനുള്ള കാരണം ഇനി വേറെ പറയേണ്ടതില്ലല്ലോ. എന്തായാലും തുമ്പപ്പൂവുമായി ബന്ധപ്പെട്ട വാർത്ത വന്ന ഉടനെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി ചിലരൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവസരം മുതലാക്കി ആയുർവേദ മരുന്നുകളെല്ലാം തന്നെ വിഷമാണ്, അത് കഴിക്കുന്നത് കരളും കിഡ്നിയും പോകും എന്ന പതിവ് പല്ലവി കൂടുതൽ മികവോടെ ഇറക്കുന്നുമുണ്ട്. മദ്യപാനം കൊണ്ടുള്ള കരൾ രോഗത്തെക്കാൾ കൂടുതൽ ആയുർവേദ ഔഷധങ്ങൾ കൊണ്ടുള്ളതാണത്രേ. ആയുർവേദത്തിൽ പറയുന്ന ഔഷധ യോഗങ്ങളും സസ്യങ്ങളും എല്ലാം തന്നെ രോഗം മാറുന്നതിന് വേണ്ടി നിശ്ചിത കാലം നിശ്ചിത അളവിൽ വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. അങ്ങനെ ആധികാരികമായി ഉപയോഗിക്കുമ്പോൾ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. അതിന് ആയുർവേദം ആധികാരികമായി പ്രാക്ടീസ് ചെയ്യുന്ന ആയുർവേദ ഡോക്ടർമാരെ തന്നെ കാണുകയും വേണം. ഏതെങ്കിലും മരുന്ന് ആരെങ്കിലും പറയുന്നത് കേട്ട് ഉപയോഗിക്കുന്നത് അല്ല ആയുർവേദം എന്ന ധാരണ മാറ്റാനെങ്കിലും ഇത്തരം സന്ദർഭങ്ങൾ
ഇടയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്.